എന്ത് ചെയ്യാ? ഇത് എത്ര നേരമായി ദിവ്യെ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട്? എത്ര നേരം കൊണ്ട് കുഞ്ഞ് നിന്നെ കാണണമെന്ന് പറയാം. ഞാൻ എന്തൊക്കെ കാണിച്ചിട്ട് എവിടെ ഇങ്ങനെ ഇരിക്കുന്നറിയോ? നീ എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ ഫ്രണ്ടിന്റെ വീട്ടില്. ആ, ഫ്രണ്ടിന്റെ വീട്ടില്. അമ്മ അവൾക്ക് ഭക്ഷണം കൊടുത്തില്ലേ? നീ വന്നിട്ടേ കഴിക്കുമെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ പാലും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു, ഒന്നും കഴിക്കുന്നില്ല. എന്താ അമ്മൂ ഇത്? ആ, പിന്നെ ശാരദ ചേച്ചി വിളിച്ചിരുന്നു കേട്ടോ. നീ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. അവർക്ക് കുഞ്ഞിനെ കാണണമെന്നുണ്ടെന്ന് തോന്നുന്നു. അതെന്താ, ഞാനിപ്പോ 1 മാസം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. രതീഷേട്ടൻ വന്നിട്ട്. എടി, രതീഷേട്ടൻ വരാൻ ഇനി 1 മാസം ഉണ്ട്. അത് കഴിഞ്ഞ് നീ ചെല്ലെന്ന് പറയാൻ എന്തു മര്യാദയാ നീ പറയുന്നേ? അതിനിപ്പോ എന്താ അമ്മേ, എനിക്ക് വയ്യ. കൊച്ചിനെ കാണാൻ നിർബന്ധമുള്ളവർ ഇങ്ങോട്ടേക്ക് വരട്ടെ. എന്തു കൊണ്ണിച്ചോരയില്ലാത്ത എടി, അവര് യൂട്രസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവർ എങ്ങനെയാ കാണാൻ വരുന്നത്? അവർക്ക് കാണണമെന്നുണ്ടല്ലേ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് എല്ലാം പറഞ്ഞേ. അമ്മയ്ക്ക് ഇപ്പൊ എന്താ പ്രശ്നം? ഞാനും കൊച്ചിവിടെ നിൽക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? അത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പൊക്കോളാം. എന്ത് കൂത്ത്! അങ്ങനെയാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞ ഒന്നും അല്ലല്ലോ നീ കേൾക്കുന്നത്. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ പ്രശ്നം. നിങ്ങൾക്ക് എന്നെ പണ്ട് മുതലേ ശല്യമായിരുന്നു, എനിക്കറിയാത്. അല്ല, കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്തല്ല എന്നെ പിടിച്ച് കെട്ടിച്ചത്. അത് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു എന്നെ പിറ്റേ ദിവസം തന്നെ ഗൾഫിൽ കൊണ്ടുപോകാന്ന്. എന്നിട്ട് ഗൾഫിൽ കൊണ്ടുപോയാ അതിനുശേഷം എന്റെ കുട്ടിയും ചട്ടിയായിട്ട് നടക്കാൻ ഞാൻ. മനുഷ്യന്റെ ജീവിതം രണ്ടാളും കൂടി നശിപ്പിച്ചിട്ട്. ഈ പൊടിക്കുഞ്ഞിനെയും കൊണ്ട് നീ ഗൾഫിലോട്ട് ചെന്നാ എന്ത് കൊടുക്കും? അവൻ ജോലിക്ക് പോവില്ലേ? അവൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒന്നാമത് അതിന് ശ്വാസം മുട്ടലുണ്ട്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാ ആരുണ്ടെന്ന് പറഞ്ഞാ മനസ്സിലാക്കാത്തൊരു പെണ്ണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ മരുമോൻ പറയണാണല്ലോ വേദവാക്യം. എന്നെ പറ്റി രണ്ടുപേർക്ക് എന്തെങ്കിലും ചിന്തയുണ്ടാവും. കെട്ടിയോനാണെങ്കിൽ ഒട്ടും ചിന്തയില്ല. വേണ്ട, ചിന്തിക്കണ്ട. എന്നെ പറ്റി ഞാൻ ചിന്തിക്കുമല്ലോ, ഞാൻ ചിന്തിച്ചോളാം. എനിക്കറിയാം എന്താ വേണ്ടേന്ന്. അല്ല, ഈ പെണ്ണിന് എന്തിന്റെ കൂത്താ? ഒരു സ്വാതന്ത്ര്യമില്ലേ വീട്ടിൽ? ഹരി, നീ എത്തിയില്ലേ? ആ, ഞാൻ ഇപ്പൊ എത്തി. ആ, നീ മറ്റേ 30 പവന്റെ കാര്യം പറഞ്ഞില്ലേ? അത് ഉള്ളതാണല്ലോ അല്ലേ? അത് വിശ്വസിച്ചാട്ടോ ഞാൻ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നേ. എന്റെ പൊന്നു ഹരി, നിനക്കെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? ദയവ് ചെയ്തിട്ട് മൊട്ടത്ത് ഞാൻ. അടി ഹരിതേ. ഓക്കെ ഡി, ഞാൻ വിളിക്കാട്ടോ. ആ, ശരി. ആ, ഹലോ.